രണ്ടു തരത്തിൽ ഈ കാര്യത്തെ കാണാം. ആദ്യം കാര്യം കാണുന്നേ. ഇപ്പൊ തൊട്ടു മുമ്പ് പറഞ്ഞത് ഉളുപ്പില്ലാത്ത കുറെ ഗുണങ്ങളായി. അതിന്റെ കാരണം ഞാൻ ഒന്ന് രണ്ട് കാര്യം ഈ നേരത്തെ എന്റെ സുഹൃത്തുക്കളെ, എത്ര കാലമായിട്ട് ഞാനൊക്കെ ആഗ്രഹിച്ചിരുന്നു VD സതീശന്റെ മുഖത്ത് നോക്കിയിട്ട് ഇങ്ങനെ ഉളുപ്പില്ലാതെ നുണ പറയാൻ നിങ്ങൾക്ക് നാണവും മാനവും ഇല്ലേ എന്നൊരു ചോദ്യം എന്താണ് മാധ്യമപ്രവർത്തകർ ചോദിക്കാത്തതെന്ന് ഞാൻ ഏറെ കാലമായിട്ട് ഇങ്ങനെ അന്വേഷിച്ചിരിക്കുകയായിരുന്നു. അപ്പോഴിതാ ദേശാഭിമാനിയുടെയോ കൈരളി ടിവിയുടെയോ ഏതാണ് ആ ചോദ്യം ചോദിച്ച മഹാനുഭാവം എന്ന് എനിക്കറിയില്ല. എന്തൊക്കെയായാലും അയാൾക്കൊരു ബിഗ് സല്യൂട്ട് ചെയ്തുകൊണ്ട് ഞാൻ വീഡിയോയിലേക്ക് കിടക്കുകയാണ്. ഇന്ന് VD സതീശൻ ഇപ്പോൾ കേരളത്തിന്റെ ഒരു തലപ്പ് മുതൽ മറ്റേ തലപ്പ് വരെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. യാത്ര ചെയ്യുന്ന സമയത്ത് മുഴുവൻ പച്ച നുണ ഈ മനുഷ്യൻ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നുണ്ട്. എന്തായാലും മാധ്യമപ്രവർത്തകരൊക്കെ ചോദിക്കേണ്ട ഒരു ഒറ്റ ചോദ്യമുള്ളൂ, നിങ്ങൾ കൊടുക്കാമെന്ന് പറഞ്ഞ വീട് എവിടെ? വീട് കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ പിരിച്ച പണത്തിന്റെ കണക്കെവിടെ? ഒന്നും വേണ്ട. കേരളത്തിലുള്ള എല്ലാ MLA-മാരും ഇവിടുന്ന് ജയിച്ചു പോയ ഒട്ടുമിക്ക MP-മാരും ആ ഒരു കേരള ഫണ്ടിലേക്ക് പണം കൊടുത്തിരുന്നല്ലോ. നിങ്ങൾ എന്താ കൊടുത്തേ? വയനാട്ടിൽ നിന്ന് ആ പാവപ്പെട്ട ജനങ്ങൾ ബോധമില്ലാതെ ജയിപ്പിച്ചു വിട്ട ഒരു MP ഉണ്ടായിരുന്നു. ഒരു സ്ത്രീയാണ്, കോൺഗ്രസ്സുകാരിയാണ്. അവരെന്താ കൊടുത്തേ എന്നൊക്കെ ചോദ്യം ചോദിക്കണ്ടേ ഈ മാധ്യമ പ്രവർത്തകർ എന്നൊക്കെ ഞാൻ പലപ്പോഴും ആലോചിക്കാറുണ്ട്. ഞാനൊക്കെ ആയിരുന്നെങ്കിൽ ഈ ചോദ്യം ചോദിക്കുമല്ലോ എന്നൊക്കെ ഞാനിങ്ങനെ ആലോചിക്കുമ്പോഴാണ് നട്ടലുള്ള ഒരുവൻ ഇതാ VD സതീശന്റെ മുഖത്തു നോക്കി ചോദിച്ചിരിക്കുന്നു, എന്താ ഉളുപ്പ് കെട്ട വർത്താനം പറയരുത് സുഹൃത്തെ, നിങ്ങൾ ഈ പറഞ്ഞതെല്ലാം ഉളുപ്പില്ലാതെ നുണ പറയുകയാണ് എന്ന് ചോദിച്ചിരിക്കുന്നു. കണ്ടോക്കൂ. അതിന്റെ കാരണം മറ്റൊന്നുമില്ല. ഞാൻ ഒന്ന് രണ്ട് കാര്യം ഈ നേരത്തെ ഉളുപ്പില്ലാതെ നുണ പറഞ്ഞു കഴിഞ്ഞാൽ എന്തിനാണ് മര്യാദയ്ക്ക് സംസാരിക്കുന്നത്? ഉളുപ്പില്ലാത്ത നുണയാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നുവെങ്കിൽ എന്തിനാണ് നമുക്ക് ഉളുപ്പില്ലാത്ത ആളുകളോട് മര്യാദയുള്ള ചോദ്യങ്ങൾ ചോദിക്കേണ്ടത്? എന്റെ സുഹൃത്തുക്കളെ, നമ്മുടെ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന കഴിഞ്ഞ 10 വർഷമായി നടന്നുകൊണ്ടിരിക്കുന്ന വികസന പ്രവർത്തനങ്ങൾ നിങ്ങളെ വീടിന് ചുറ്റും നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ കഴിയും, നമുക്ക് കാണാൻ കഴിയും. നിങ്ങൾക്കല്ല, നമുക്ക് കാണാൻ കഴിയും. നമ്മുടെയൊക്കെ വീട്ടിലെ കുഞ്ഞുങ്ങൾ പഠിക്കാൻ പോകുന്ന സ്കൂളിലുള്ള മാറ്റം നമ്മൾ കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. അവർ പോകുമ്പോൾ വഴിയരികിൽ കാണുന്ന വലിയ വലിയ റോഡുകളെയും മറ്റു മാറ്റങ്ങൾ നമ്മൾ കാണാൻ കഴിയുന്നുണ്ട്. ഒന്ന് ദൂര സ്ഥലത്തേക്ക് പോകണമെങ്കിൽ ഹൈവേയിലേക്കാണ് കയറുമ്പോഴൊക്കെ അത്ര മാറ്റങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. റേഷൻ കടയിലേക്ക് പോയിട്ട് അരി വാങ്ങിക്കുന്നുണ്ടെങ്കിൽ അപ്പോഴും അവിടെ മാറ്റങ്ങൾ കാണാൻ കഴിയുന്നുണ്ട്. രാവും പകലും നമ്മുടെ ഓരോ വീട്ടിലെയും സ്ത്രീകള് ഒരു ഇടവേളയും ഇല്ലാതെ സീരിയൽ കാണാൻ ഇരിക്കുന്നതിന്റെ ഒരു ധൈര്യം, കറണ്ട് പോകില്ല എന്ന് പറയുന്ന ഒരു ഉറച്ച ധൈര്യമാണ്, ഒരു ഉറപ്പാണ്. അങ്ങനെ സീരിയൽ കാണാതിരിക്കുന്ന അവർക്ക് അത്തരം ഉറപ്പിലേക്ക് എത്താൻ കഴിഞ്ഞത് കഴിഞ്ഞ 10 വർഷത്തെ ഭരണമാണെന്ന് ഇനി എങ്ങനെയാണ് പറയേണ്ടത്? ഇങ്ങനെ ഓരോരോ നിമിഷങ്ങളിൽ നമ്മുടെ ജീവിതത്തിന്റെ ഓരോ ഘട്ടങ്ങളിൽ മാറ്റങ്ങളല്ലേ. അവർ നിർത്തിവെച്ച ക്ഷേമ പെൻഷനുകളെല്ലാം കൊടുത്തത്, വിത്ത് നിർത്തിവെക്കപ്പെട്ട ആ കാലഘട്ടത്തിൽ അടക്കം കൂട്ടിക്കൊടുത്തത് നമ്മുടെ ഈ ഒരു ഗവൺമെന്റ് അല്ലേ. ഇതെന്താണ് മറന്നു പോകുന്നത്? അതുമാത്രമല്ല, നമ്മുടെ എല്ലാം വീടുകളില് വീട്ടമ്മമാരായിട്ട് ഇരിക്കുന്ന ആളുകൾക്ക് 1000 രൂപ അവരുടെ അക്കൗണ്ടിലേക്ക് എത്തുന്നുണ്ടെങ്കിൽ അത് ഈ ഭരണത്തിന്റെ ഭാഗമായിട്ടല്ലേ. എന്തായാലും ഇങ്ങനെയൊക്കെയുള്ള ഈ ഭരണത്തിനെ, ഈ ഒരു ഗവൺമെന്റിനെ ഇങ്ങനെ തന്നെ വീണ്ടും ജയിപ്പിച്ചിട്ടില്ല എങ്കിൽ എന്താണ് സംഭവിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാ ഇങ്ങനെ ഇരുന്ന് വിയർക്കുന്ന ആളുകളെ കാണേണ്ടി വരും. ഇവർക്ക് പിന്നെ ഉളുപ്പില്ലാത്തതുകൊണ്ട് ഒരു രക്ഷയുണ്ട്, ഒന്നും ചെയ്യേണ്ടതില്ല. അല്ലെങ്കിൽ കോൺഗ്രസ്സുകാർ ഒന്നും ചെയ്യേണ്ടതില്ല. നമ്മുടെ നാട്ടിൽ ഇപ്പൊ അങ്ങനത്തെ ഒരു രീതിയാണ്. എല്ലാവരും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ നേരാക്കാൻ ഇറങ്ങി തിരിച്ചിരിക്കുകയാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാണ് എന്തൊക്കെ പ്രശ്നം, കോൺഗ്രസിന് ഒരു പ്രശ്നവുമില്ല. എന്റെ സുഹൃത്തുക്കളെ, ഇവിടെ ഗവൺമെന്റ് വീട് വന്നു കഴിഞ്ഞാൽ തൊട്ടടുത്ത ദിവസം തന്നെ നമ്മുടെ കോൺഗ്രസിന് വീട് വരും എന്ന് പറഞ്ഞ ഒരു യൂത്ത് കോൺഗ്രസ് നേതാവ് ഉണ്ടായിരുന്നു. ലെവൻ എവിടെ പോയി എന്ന് എനിക്ക് വലിയ പിടുത്തമൊന്നുമില്ല. കോൺഗ്രസിന്റെ വീട് ഇതിന്റെ പിന്നാലെ വരും എന്നായിരുന്നു അവന്റെ ഒരു വർത്താനം. ഇതാ ഇപ്പൊ അവൻ എന്ത് പറയുന്നു എന്ന് കേൾക്കണ്ടേ? CPM ഏതെങ്കിലും ഒരാൾക്ക് വീട് വെച്ച് കൊടുത്തിട്ടുണ്ട് വയനാട്ടിനകത്ത്? ഇവിടെ ഏതെങ്കിലും ഒരു വീട് വെച്ച് കൊടുക്കാൻ വേണ്ടി DYFIയുടെ
ഒരു ഫണ്ട് സമാഹരണം നടത്തി അത് മുഖ്യമന്ത്രിയുടെ എന്റെ പൊന്നുസുഹൃത്ത് CPM ആണ് ഈ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനിടയ്ക്ക് ഇപ്പോ ബാക്കി കേൾക്കാം. അതിൽ നിന്ന് ഊരാളുങ്കൽ സൊസൈറ്റിക്ക് പോകും. ഈ ഊരാളുങ്കൽ സൊസൈറ്റിയിൽ നിന്ന് തിരിച്ചു കറങ്ങി ഇത് ഇവരിലേക്ക് എത്തുന്നില്ല എന്ന് എന്തെങ്കിലും ഉറപ്പുണ്ട്? അതിനെ സംബന്ധിച്ച് എന്തെങ്കിലും ഊരാളുങ്കൽ സൊസൈറ്റിക്ക് എങ്ങനെയാണ് ഈ കരാറ് കിട്ടിയെന്നുള്ള സംബന്ധിച്ച് നിങ്ങൾ മാധ്യമ പ്രവർത്തകർക്ക് എന്തെങ്കിലും അറിവുണ്ടോ? എവിടെയെങ്കിലും ഒരു ടെൻഡർ വിളിച്ചതായിട്ടോ എവിടെയെങ്കിലും ഒരു ലെരമ്പി നടന്നായിട്ടോ ഒരു മീറ്റിംഗ് നടന്നതായിട്ടോ? സുഹൃത്തുക്കളെ, കഴിഞ്ഞ ദിവസം ഉണ്ടായ ഏറ്റവും വലിയ മോശം പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ ഇദ്ദേഹത്തിന് നല്ല കൂക്ക് കിട്ടി. എന്തിനാണ് കൂക്ക് കിട്ടിയെന്ന് മനസ്സിലായ? ഇതാ ഇതുപോലുള്ള ഗജ ഫ്രോഡുകളുടെ കാരണം കൊണ്ടാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാല് ഇന്നലെ ആ പാവം മനുഷ്യന് കൂക്ക് കിട്ടിയത്. അയാൾ അങ്ങനെ കൂക്ക് വിളി കേൾക്കേണ്ട ഒരു മനുഷ്യനല്ല. ഒരു കാരണവശാലും കൂക്ക് വിളി കേൾക്കേണ്ട ഒരു മനുഷ്യനല്ല സിദ്ദിഖ്. കാരണം ഈ ഒരു പ്രളയം ഉണ്ടായ സമയത്ത് ഊണും ഉറക്കവും കളഞ്ഞ ഒരു സാധാരണക്കാരനെ പോലെ എല്ലാ പ്രോട്ടോക്കോളുകളും മറന്ന് ഒഴിവാക്കി അവരോടൊപ്പം നിന്ന മനുഷ്യനാണ്. തീർച്ചയായിട്ടും നിന്ന മനുഷ്യനാണ്. അയാൾ കൂക്കുവിളി കേൾക്കേണ്ട മനുഷ്യനല്ല. പക്ഷെ ഇത്തരം ഗജ ഫ്രോഡുകളുടെ കാരണമായിട്ടാണ് ആ ജനങ്ങൾ കൂക്കി വിളിച്ചത്. ഒരു കൂട്ടം ജനത ഒരു മനുഷ്യൻ കയറിയിരിക്കുമ്പോൾ കൂക്കി വിളിക്കേണ്ടി വരുന്നുണ്ടെങ്കിൽ അത് അയാൾക്കുള്ള കൂക്ക് മാത്രമല്ല, അയാൾ പ്രതിനിധാനം ചെയ്യുന്ന പാർട്ടിക്കുള്ള കൂക്കുവിളി കൂടിയാണ്. അതായത് VD സതീശൻ നയിക്കുന്ന കോൺഗ്രസ് എന്ന് പറയുന്ന ആ ഒരു വലിയ കൂട്ടായ്മയ്ക്കുള്ള ഒരു കൂക്കുവിളിയാണ്. നോക്കൂ, ഏതെങ്കിലും ഒരു സ്ത്രീ ഇവരെ സദസ്സിൽ ഉണ്ടാവുമെന്നൊന്ന് ആലോചിച്ച് നോക്കി. ആണുങ്ങളുടെ ഒരു കുത്തരങ്ങല്ലേ കോൺഗ്രസ് എന്ന് പറയുന്നത്. ആ സ്റ്റേജിലേക്ക് ഇനി ഏതെങ്കിലും സ്ത്രീകൾക്ക് കയറിയിരിക്കാൻ പറ്റുമോ? ആണുങ്ങൾ ഓരോന്നും അവിടെ കയറി നിന്നുകൊണ്ട് VD സതീശനും വലിയ വലിയ നേതാക്കന്മാരൊപ്പമുള്ള ഒരു സ്നാപ്പ് കിട്ടാൻ വീട്ടിലെ മത്സരമല്ലേ? ക്യാമറ എവിടെ നിൽക്കണമെന്ന് പറഞ്ഞുകൊണ്ടുള്ള മത്സരമല്ലേ അവിടെ നടക്കുന്നത്? ഒന്ന് ആലോചിച്ച് നോക്കൂ. നല്ല പോലെ ചിന്തിക്കുക. ആർക്ക് വോട്ട് കൊടുക്കണം എന്നൊക്കെ ഇപ്പോഴേ എൻ്റെ പ്രിയ സുഹൃത്തുക്കളെ ആലോചിച്ച് തീരുമാനിച്ച് മുന്നോട്ട് പോവുക എന്നുള്ളതാണ്. ഞാൻ എന്തായാലും നിർത്തുന്നു. ബൈ.